തൃശൂർ വെടിക്കെട്ടുപുരയിൽ ഉണ്ടായ ഉഗ്രസ്ഫോടനത്തിന്റെ 13 പേർ മരിച്ച ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു അപകടത്തിന് സാക്ഷ്യം വഹിച്ച പേടിപ്പിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ. പൂമലയിൽ 2011 ആ വെടിക്കെട്ട് അപകടം ഉണ്ടായത്. ആ ഓർമ്മകളാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ലക്ഷ്മിപ്രിയ പങ്കുവച്ചിരിക്കുന്നത്. 2010 ലക്ഷ്മിപ്രിയയും കുടുംബവും തൃശൂർ മുളങ്കുന്നത്ത് കാവിൽ വീട് വാങ്ങുന്നു. തൊട്ടടുത്ത വർഷം ജൂലൈ 17 പൂമലയിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടം തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഞെട്ടലാണ് എന്ന് താരം പറയുന്നു. 2010 ഞങ്ങൾ തൃശൂർ മുളങ്കുന്നത്ത് കാവിൽ വീട് വാങ്ങുന്നത്. 2011 ജൂലൈ 17 ഇതേപോലെ ഒരു അപകടത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും നോക്കിയാൽ 3-4 കിലോമീറ്റർ ദൂരെയുള്ള മനോഹരമായ പൂമല ഞങ്ങൾക്ക് കാണാം. സായാഹ്നങ്ങളിൽ ആ ഭംഗി ആസ്വദിച്ച് ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. ആ ദിവസം രാവിലെ ജയേഷേട്ടൻ ഓഫീസിൽ പോയിട്ടില്ല. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് മുകളിലെ മുറിയിൽ വസ്ത്രങ്ങൾ ഒതുക്കി വയ്ക്കുന്ന തിരക്കിലും. ഞങ്ങളുടെ ഹൗസിംഗ് കോളനിയിൽ രാവിലെയുള്ള തിരക്കുകൾ കഴിഞ്ഞ നിശബ്ദത. അയൽ വീടുകളിൽ പുരുഷന്മാരെല്ലാം ജോലിക്ക് പോയി കഴിഞ്ഞു. സ്ഫോടനത്തിന് മുൻപുള്ള നിശബ്ദത എന്ന് ശരിക്കും കേട്ടിട്ടേ ഉള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചു. കാലത്ത് ഒരു 10:30 അതിഭീകരമായ ഒരു പൊട്ടിത്തെറി. അത് കേട്ട് ഞാൻ അലറി. ഈ ശബ്ദവും എന്റെ അലർച്ചയും കേട്ട് ജയേഷേട്ടൻ ഒറ്റ ഓട്ടത്തിന് മുകൾ നിലയിലെത്തി. ഞങ്ങൾ കരുതിയത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ്. സമനില വീണ്ടെടുക്കുന്നതിനിടയിൽ തുടരെ ഉഗ്ര സ്ഫോടനങ്ങൾ. ആ കോളനിയിലെ മുഴുവൻ വീടുകളെയും സ്ത്രീകളെയും എന്നെയും പിടിച്ചു വലിച്ച് ചേട്ടനും പുറത്തേക്കൂടി. എല്ലാവരും അത് അവരവരുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ പോലെ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് കരുതിയത്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാ വീടുകളുടെയും ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. കുറ്റിയിട്ടിരുന്ന കതകുകൾ കൊളുത്ത് തെറിച്ച് പോയി. ഞങ്ങൾ കാര്യം മനസ്സിലാകാതെ റോഡിൽ പരസ്പരം വരുന്ന ദുരന്തത്തെ ഏൽക്കാൻ കൈകോർത്തു നിന്നു. തുടർച്ചയായ സ്ഫോടനം തൊട്ടടുത്ത് എന്ന പോലെ. എന്നാൽ പ്രകമ്പനവും ശബ്ദവും മാത്രമേ ഞങ്ങൾ അനുഭവിക്കുന്നുള്ളൂ എന്ന തിരിച്ചറിവിൽ മനസാന്നിധ്യം വീണ്ടെടുത്ത ചേട്ടൻ വീട്ടിലേക്ക് ഓടി ന്യൂസ് വെച്ചു. ഞങ്ങൾ മനോഹാരിത അനുഭവിക്കുന്ന പൂമലയിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ച കെട്ടിടം പൊട്ടിത്തെറിച്ചുവെന്നും നിരവധി ജീവൻ പൊലിഞ്ഞു എന്നും രക്ഷാപ്രവർത്തനം തുടങ്ങി എന്നും വാർത്ത. ബാൽക്കണിയിലേക്ക് ഓടി ദൂരെ കാണാം ന്യൂസ് ചാനലുകളുടെ OB വാനും നിരനിരയായി ആംബുലൻസുകളും തീയും പുകയും നിറഞ്ഞ പൂമലയും. തൊട്ടു മുൻപ് വരെ ചിരിച്ചു കളിച്ചിരുന്ന മനുഷ്യരെ ചിന്നിച്ചിതറിയ രൂപത്തിൽ പെറുക്കിക്കൂട്ടി ആംബുലൻസിൽ കയറ്റുന്നു. തുടർ സ്ഫോടനം രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കുന്നു. തീയണയ്ക്കാൻ പാടുപെടുന്ന ഫയർഫോഴ്സ്. 4 കിലോമീറ്റർ അകലെ ഇതായിരുന്നു എങ്കിൽ സംഭവസ്ഥലം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചുകൊള്ളുക. ഇന്നും ഞങ്ങളുടെ വീടിനരികെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, മുണ്ടത്തിക്കോട്. ഇപ്പോൾ അവിടെ താമസമില്ലാത്തതിനാൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നില്ല. ദൈവത്തിന് സ്തുതി. ഓരോ വെടിക്കെട്ട് അപകടവും എന്നെ ആ ദിവസത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് ഒരിക്കലും പൂമലയുടെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാണുന്നതേ പേടിയാണ്. ഗുരുദേവൻ പറഞ്ഞതേ എനിക്കും ഓർമ്മിപ്പിക്കുവാനുള്ളൂ. കരിയും കരിമരുന്നും വേണ്ട. ആ പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ. വിട്ടുപിരിഞ്ഞു പോയവർക്ക് സദ്ഗതി നേരുന്നു. വിഷ്ണുപാദത്തിൽ അഭയം ആവട്ടെ. പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഷോക്കിൽ നിന്നും മുക്തരാവാൻ സാക്ഷികൾക്ക് കഴിയട്ടെ. ലക്ഷ്മിപ്രിയ കുറിച്ചു. ന്യൂസ് ഡെസ്ക് കർമാസ്.